ആലോചനയും അവിടെ നടന്നിട്ടില്ല. എന്നിട്ട് പറയാണ് ഞങ്ങളെല്ലാം ചെയ്യും. ഇപ്പൊ അവിടെ നൂറുകണക്കിന് വീടുകൾ, ആയിരക്കണക്കിന് വീടുകളുടെ ഓഫർ വന്നിരിക്കുന്നു. എന്താ സർക്കാരിനുള്ള ഒരു സർക്കാർ എന്താ ചെയ്യാൻ പോകുന്നത്? എവിടെയാണ് ഈ ടൗൺഷിപ്പിനുള്ള സ്ഥലം അവർ കണ്ടെത്താൻ പോകുന്നത്? എന്തെങ്കിലും പരിശ്രമം അതിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി വന്നുപോയി, മന്ത്രിസഭാ ഉപസമിതി അവിടെ നിശ്ചയിച്ചു പോയെങ്കിലും അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. ഞാൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. പുത്തുമലയിലും പെട്ടിമുടിയിലും കവളപ്പാറയിലും ഈ സർക്കാർ പറഞ്ഞ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പലതും നടന്നിട്ടില്ല. ഏതാനും കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് പുത്തുമലയിലെ ദുരന്തത്തിനിരയായി അവിടെ നാട്യം അരക്കപ്പെട്ട ആളുകളെ ഞങ്ങൾ നേരിട്ട് കണ്ടു. ഈ കാലയളവിൽ വീട് കിട്ടാത്തവർ നിരവധിയാണ്. ഒരു സൗകര്യങ്ങളും ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് കിട്ടാത്ത ആളുകളുടെ എണ്ണം നൂറുകണക്കിന് ആളുകളുണ്ട്. ഇനി ചെയ്ത പല കാര്യങ്ങളിലും നഗ്നമായ വിവേചനം ചൂണ്ടിക്കാണിക്കുന്നു അവിടുത്തെ നിരപരാധികളായ മനുഷ്യർ. ഇത് തന്നെ ആവർത്തിക്കാനാണോ സർക്കാർ പോകുന്നത്? വൈകുന്നേരം നല്ല മനോഹരമായ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സർക്കാരിന് ആത്മാർത്ഥതയും പ്രതിജ്ഞാബദ്ധതയും വേണം. കാശില്ലാത്തത് കൊണ്ടല്ല. ദുരന്ത പ്രതിരോധത്തിനുള്ള 1610 കോടി രൂപ ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ളതല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആളുകൾ കൂട്ടത്തോടെ അത് ഏറ്റെടുക്കാത്തത്? ഏതെങ്കിലും ഒന്നോ രണ്ടാളുകൾ ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ടല്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നതിൽ വന്നിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ലോകായുക്ത അതിന്റെ കഴുത്ത് ജനിച്ച് കൊല്ലപ്പെടാൻ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കേസാണ്. നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നവരെ ലോകായുക്തയുടെ കഴുത്ത് ഇതുപോലെ ജനിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതിന്റെ നിരവധി കഥകൾ കേരളത്തിൽ, കേസുകൾ കേരളത്തിലുണ്ട്. പാർട്ടിക്കാർക്ക് ഇഷ്ടം പോലെ സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പൊ വലിയ ചർച്ചാ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് വിതരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കേരളം മറന്നു എന്ന് ശ്രീ പിണറായി വിജയൻ ധരിക്കരുത്. ഇവിടെ ആരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും കൊടുക്കരുത് എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങളെല്ലാം പരസ്യമായി, രഹസ്യമായും, നേരിട്ടും അല്ലാതെയും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന്, സർക്കാരിനോടൊപ്പം നിന്ന് ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവായി നടക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ ചില ആളുകള് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള, രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് രണ്ട് നിലപാടില്ല. പക്ഷേ സർക്കാരിന് ഇതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പ്. നിങ്ങളെല്ലാം കാര്യങ്ങൾ ചെയ്യുക, ഞങ്ങൾ ഇതൊക്കെ നടത്തിക്കൊള്ളാം. അതാണ് അവിടെ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടത്, ഭക്ഷണ വിതരണത്തിൽ ഉൾപ്പെടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിന് യാതൊരു തരത്തിലുള്ള ദീർഘവീക്ഷണവുമില്ല. സർക്കാർ ഇരുട്ട് തപ്പുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. വെറും പരസ്യത്തിന് വേണ്ടി മാത്രമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഇതൊരു നാടിന്റെ ജനങ്ങളുടെ പ്രശ്നമാണ്. ചില ആളുകൾ പറഞ്ഞു, അമിത്ഷാ പാർലമെന്റിൽ കേരളത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു. കേരളത്തെ ഒന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ശരിയായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പല ചാനലുകളും, എന്റെ മുമ്പിൽ നിൽക്കുന്ന കൊടയുമായി നിൽക്കുന്ന പല ചാനലുകളും റിപ്പോർട്ട് ചെയ്ത വസ്തുതകൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ നിൽക്കുന്ന പല ചാനലുകളും തലേ ദിവസവും അതിന്റെ തലേ ദിവസവും എല്ലാം അവിടുത്തെ ഭയാനകമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുന്നറിയിപ്പ്.
ജില്ലാ ഭരണകൂടം തൊട്ടടുത്ത പല സ്ഥലങ്ങളിലും ആദിവാസി കോളനികളിൽ ചെന്ന ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതായിട്ട് അവിടെയുള്ള ആൾക്കാർ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആളുകളെ കുടിയൊഴിപ്പിച്ചിരുന്നെങ്കിൽ, മാറ്റി പാർപ്പിച്ചിരുന്നെങ്കിൽ കാഷ്വാലിറ്റി, ജനങ്ങളുടെ ഇത്രയും ദുരിതം ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. പാർലമെന്റിൽ കോൺഗ്രസിന്റെ എംപിമാർ ചോദിച്ചാൽ ആഭ്യന്തരമന്ത്രിക്ക് അതിന് മറുപടി പറയേണ്ടി വരില്ലേ? ഭൂപേന്ദ്ര യാദവിനോട്, വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. സർ, 1984 ഇതേ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 85 മാതൃഭൂമി പത്രത്തിൽ ഇനി ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലിനെ കുറിച്ചുള്ള വലിയ ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനം ഇപ്പൊ മാധ്യമം പത്രം റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അന്നു മുതലുള്ള മുന്നറിയിപ്പുകളുണ്ട്. വയനാട്ടിൽ അനധികൃതമായ കയ്യേറ്റങ്ങൾ, അനിയന്ത്രിതമായ കോറിയിങ്, പശ്ചിമഘട്ടത്തെ ഇതുപോലെ ദ്രോഹിച്ചാൽ ദുരിതങ്ങൾ ഉണ്ടാകുമെന്നുള്ള നിരന്തരമായ മുന്നറിയിപ്പുകൾ ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, പുത്തുമല ദുരന്തത്തിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഒരു നേരം പിണറായി വിജയൻ വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിക്കുമായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞതല്ല, ഗാഡ്ഗിൽ പറഞ്ഞതല്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞതല്ല. പിണറായി വിജയൻ സർക്കാർ പുത്തുമല ദുരന്തത്തിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള, മേശപ്പുറത്ത് വെച്ചിട്ടുള്ള, കോൾഡ് സ്റ്റോറേജിൽ വെച്ചിട്ടുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അമിത്ഷായെ കുറ്റം പറയാൻ കഴിയുമായിരുന്നില്ല, നിങ്ങൾക്ക് ഭൂപേന്ദ്ര യാദവിനെ കുറ്റം പറയാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങൾ ഇതെല്ലാം പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. മന്ത്രിമാർ ഓരോരുത്തരും, ഇന്നലെ MP രാജേഷിന്റെ ഒരു തീർമാനം കേട്ടു. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ രാജേഷ്? കേരളത്തിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന പല നിലപാടുകളും സർക്കാർ അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്നതാണ്. കയ്യേറ്റക്കാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. പ്രതിപക്ഷവും അതിനൊപ്പമാണ്. കാലാകാലങ്ങളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരിതങ്ങൾക്ക് ഉത്തരവാദികളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ദുരന്ത സമയമാണ്, ഒന്നും മിണ്ടരുത് എന്ന് പറയാൻ 10 ദിവസം കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം അത് അവസാനിപ്പിക്കണം. സർക്കാരിന്റെ പിടിപ്പുകേടുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ കേരളത്തിനെതിരാണ് എന്നുള്ള വാദം ഉന്നയിച്ചു വരരുത്. ശരിയായ നിലപാടല്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൈ കഴുകി പോവാൻ കഴിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് ആ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ റോഡ് മാത്രമല്ല, കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ റോഡുകളും ഇതുപോലെ ആയിരിക്കുകയാണ്. റോഡുകളെല്ലാം കുളമായിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതിനകത്ത് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത്, ഇങ്ങനെയൊക്കെ നടത്തുന്നതിന്റെ പിന്നിൽ പല കളികളുമുണ്ട്. ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് സർക്കാരും മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഒന്നും വിചാരിക്കരുത്. മഴ തുടങ്ങുമ്പോൾ അറ്റകുറ്റപ്പണി, യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ കരാറുകാരെ കൊണ്ട് പണിയെടുപ്പിച്ചു, ആവശ്യമായ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ, സിമെന്റും മണലും കല്ലും ഒന്നും ഇല്ലാതെ മണ്ണ് വാരിയിട്ട് കുഴിയടച്ച് എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് കണക്കെഴുതി പോകുന്നത് ആരും മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. ദേശീയപാതയുടെ അറ്റകുറ്റപ്പണിയും പിണറായി വിജയന്റെ കയ്യിലാണ്, റിയാസിന്റെ കയ്യിലാണ്. അല്ലാതെ അത് NHAI അല്ല. കേരളത്തിൽ പല സ്ട്രെച്ചിലും ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ്. അപ്പൊ അവിടെയും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ നികുതി വാങ്ങി എത്രയാ ഇപ്പൊ കൂട്ടിയിരിക്കുന്നത്? എല്ലാത്തിനും 1 ലിറ്റർ പെട്രോളും ഡീസലും വാങ്ങുമ്പോ നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് വാങ്ങുന്ന അധികം 1 രൂപ മതി ശ്രീ പിണറായി വിജയൻ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ. എന്താ നിർവഹിക്കാത്തത്? ജനങ്ങൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കാര്യം നടക്കണമെന്ന് മാത്രമേ സർക്കാരിനുള്ളൂ. ഭരണസ്തംഭനമാണ്, തകർച്ചയാണ് കേരളത്തിൽ.
എല്ലാ മേഖലയിലും ഈ ഭരണസ്തംഭനമാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ റോഡിന്റെ ഈ ദയനീയമായ സാഹചര്യം. മുഖ്യമന്ത്രിക്ക് ഖജനാവിൽ നിന്ന് കാശെടുത്ത് ഹെലികോപ്റ്ററിൽ പോകാൻ, ഇനി പോലീസ് എസ്കോർട്ട് ഉള്ളത് കൊണ്ട് കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വടക്കാഞ്ചേരി വഴിയല്ല ഇനി വേറെ ഏതെങ്കിലും വഴിയിൽ പോകണമെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ പാവപ്പെട്ട നാട്ടുകാർക്ക് അതിനൊന്നും ഗതിയില്ല എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരം ജനങ്ങളുടെ ഒരു സമരമാണ്, അവരുടെ ന്യായമായ ആവശ്യമാണ്, ഒട്ടും രാഷ്ട്രീയ പ്രേരിതമായ ആവശ്യമല്ല. അതുകൊണ്ട് ഈ സമരത്തിന് സുമനസ്സുകളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം വരും ദിവസങ്ങളിലും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ബിജെപിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ അധ്യക്ഷനെ സ്വാഗതം ചെയ്യുന്നു. നിഖില് മൈക്ക് മണി രാജീവ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തീർച്ചയായിട്ടും അത് ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ കേരളത്തിൽ ഇത്തരം ദുരിതങ്ങളെല്ലാം ഉണ്ടായപ്പോൾ, അത് കുട്ടികൾ ദുരന്തം ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ ഓക്കി ദുരന്തം ഉണ്ടായപ്പോഴും എല്ലാം നമുക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിലും ഇത്തരം ദുരിത സമയത്തും പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയും എല്ലാ സഹായങ്ങളും കേരളത്തിന് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വയനാട്ടിലെ ഇന്നത്തെ ദുരിതത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം വലിയ പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിൽ ആദ്യമെടുത്ത സമയത്താണ് വയനാടിനെ സമ്പൂർണ്ണമായിട്ട് കഴിഞ്ഞ 2-3 അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ നടന്ന നെല്ലംകുണ്ടും മലമ്പാവും അത് ഇത്തവണത്തെ പുനരധിവാസത്തിൽ ഉണ്ടാവരുത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. തീർച്ചയായിട്ടും അതിന് ഞങ്ങളെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം ചേർന്ന് ഇതിന് നല്ല ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളും കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടപെടും. സംസ്ഥാന സർക്കാരിന് ഞാൻ പറഞ്ഞില്ല, അവർക്ക് യാതൊരു ധാരണയും ഇത് സംബന്ധിച്ചു. പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് അവർ താൽക്കാലികമായ ആളുകളെ അങ്ങോട്ട് മാറ്റുന്നതിന് പിന്നീടാണല്ലോ സ്ഥിരം പുനരധിവാസത്തെ അത് തന്നെയാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഉപസമിതി കാര്യക്ഷമമായ മന്ത്രിസഭാ ഉപസമിതി അവർ ചെയ്യേണ്ട ജോലിയല്ല ചെയ്യുന്നത്. അവർ 4 പേര് രാവിലെ പിന്നെ ചൂരൽമലയിലേക്ക് മുണ്ടക്കയിലേക്ക് പോവുകയാണ്. അവർ ശരിക്കും ചെയ്യേണ്ടത് കലക്ടറേറ്റിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ആവശ്യമായ സ്ഥലം കണ്ടെത്തി എത്രയും പെട്ടെന്ന്, കാരണം അവിടെ രോഗം മാറിയിട്ട് ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് മന്ത്രിസഭ ഉപസമിതി ചെയ്തത്. ബാക്കി പട്ടാളവും NDRF
പിന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെ അധികം നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം സ്വാഭാവികം. ഇത് എല്ലാ ദിവസവും രാവിലെ അവിടെ പോവുകയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. അതല്ല ഈ 10 ദിവസത്തെ ഇടയിൽ ഒരു കാര്യം മുന്നോട്ട് പോയില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് ഒരു കാലത്ത് BJP ഒരു കാലത്ത് ഞങ്ങൾ എതിർക്കുകയില്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അധികം ലഭിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല, സർക്കാരിൻ്റെ കുറ്റം കൊണ്ടാണ്. സർക്കാർ ആ കാശെടുത്ത് കട്ടട വാങ്ങാനും ആ കാശെടുത്ത് ബാങ്ക് ലോൺ അടയ്ക്കാനും ആ കാശെടുത്ത് പിന്നെ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ തട്ടിപ്പ് നടത്താനൊക്കെ ശ്രമിച്ചതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങളാരും ഒരു കാലത്ത് എതിർത്തിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു. BJPയോ സംഘപരിവാർ സംഘടനകളോ ഒരു കാലത്ത് ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ പറയുകയില്ല. ദുരിതാശ്വാസ നിധിക്കെതിരെ സംശയം ഉയർന്നു വന്നത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ്. ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണല്ലോ പൊതുവെ ആവശ്യം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് 2013 പാർലമെന്റിൽ പറഞ്ഞത്. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ഈ ചോദ്യം ചോദിക്കാം, എന്നോട് ചോദിക്കാം. കാരണം ദേശീയ ദുരന്തമായിട്ട് നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഗുജറാത്തിലെ ഭൂകമ്പമുണ്ടായിരുന്ന ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ആവശ്യം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കുക എന്നാണ്. അത് മോദി സർക്കാരിൻ്റെ കീഴിൽ എത്രയും വേണ്ടത് ആ കാര്യങ്ങൾ നടക്കും. അതാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ കണ്ടത്, അതാണ് നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടത്, കേരളത്തിൽ തന്നെ ഇതിനു മുമ്പ് കണ്ടത്. കേന്ദ്ര സഹായത്തിൻ്റെ കണക്ക് എത്രയുണ്ട് എന്ന് കൃത്യമായി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായാൽ അതിൻ്റെ മുഴുവൻ കണക്ക് ഞങ്ങൾ പറഞ്ഞു. എല്ലാ കാര്യത്തിലും കേന്ദ്രം കൈകയറ്റി സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ കാശ് സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു ദിവസം വൈകുന്നത് കൊണ്ട് കേന്ദ്ര ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ല, അങ്ങനെ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്ലാൻ പറയട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ